ഇറങ്ങി 2 ദിവസം ആകുമ്പോൾ വീണ്ടും റീവൈറ്റ് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കറൻ്റ്ലി വൈറ്റ് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിത്തിൻ 2 to 3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫോം അപ്പാക്കും. ഫോം അപ്പായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വൈറ്റ് ലിസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നോർമലി ബാക്കി എന്താണ് പ്രൊസീജിയർ അങ്ങനെ കളിക്കാം. ബ്രോ ഏജ് 18 മാറ്റി ബ്രെയിൻ 18 എന്നാക്കാനോ. അപ്പോൾ ഇതാണ് സംഭവം. വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത് നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇന്ത്യൻ റൂളാണ്, നമുക്കത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വേറൊന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഗ്യാങ്ങിൽ കളിക്കുന്ന എല്ലാ 18 താഴെയുള്ള ആൾക്കാരെയും എല്ലാ ഗ്യാങ്ങുകളും സെൽഫ് റിമൂവൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അതാദ്യം ചെയ്യാൻ പോകുന്ന കാര്യം. സെക്കൻഡ് തിങ്, സെർവറിലെ വൈറ്റ് ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് 18 താഴെയുള്ള ഏജുള്ള എല്ലാ ആൾക്കാരുടെയും വൈറ്റ് ലിസ്റ്റ് നമുക്ക് റിവോക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ബാക്കി സെർവറിലുള്ള എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം അപ്പായതിന് ശേഷം, അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഇന്ന് ഡേറ്റ് 27, ഓക്കെ, ജൂൺ 1 ഫോം അപ്പാവുന്നതെങ്കിൽ ജൂൺ 14 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യാൻ. അതായത് ഓണായിട്ട് ഞാൻ 18 വയസ്സാണ് എനിക്കുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം. എന്തുകൊണ്ടും വളരെ നല്ല സമയത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. കസേര വാങ്ങിയിട്ട് എത്ര നാളായി? 1 വർഷം പോലും ആയില്ല. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇതൊക്കെ എന്ത് ഇവിടുത്തെ ഏത് ഭാഗമായത്? ഒടിഞ്ഞു പോയോടെ. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് തൽക്കാലം നമുക്ക് ഇത് മാറ്റി വെക്കാം. അങ്ങനെ കസേരയുടെ കാര്യത്തിൽ തീരുമാനമായി. പാവം അശ്വിൻ ബ്രോ, എനിക്ക് കസേര അശ്വിൻ ബ്രോ ആയിട്ടോ വാങ്ങി തന്നെ. ഇനിയിപ്പോൾ പുള്ളിയോട് ഞാനെന്ത് പറയും? ഹാപ്പി പേരന്റ് ഡിസിഷൻ കൂടെ നോക്കണം ഗൈസ്. സി, ഇന്ത്യൻ ലോ പ്രകാരം പേരന്റ് കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനം വാലിഡ് അല്ല. മനസ്സിലായോ? ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേരന്റ് അല്ല, അല്ലെങ്കിൽ പേരന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ മോണിറ്ററിങ്ങിൽ പിള്ളേരെ കളിപ്പിക്കണം. നമുക്ക് അത് പോസിബിളും അല്ല. കാരണം ഇവിടെ അതായത് ഈ ഇന്ത്യൻ റൂൾ പ്രകാരം പേരന്റ് കൺസെന്റ് കൊടുത്ത് നമ്മൾ പ്ലെയേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ പോലും ആ പറയുന്ന പ്ലെയറിനെ നിയമം, അതായത് ലീഗലി ആ പ്ലെയർ തന്നെ അവരൊരു ചൈൽഡായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു പേരന്റ് കൺസെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപേണ ഒരു എഗ്രിമെൻറ്റിലോട്ടോ ഇതിലൊന്നിലോട്ടോ അവർക്ക് ഏർപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായത്? നമ്മളിതിൻ്റെ പല സൈഡുകളും നോക്കി, നമ്മൾ ലീഗൽ അഡ്വൈസറിനെ കണ്ടു, അവരോട് കാര്യം സംസാരിച്ച് നമ്മുടെ കൺസേൺസ് കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്നലത്തെ ആർപ്പി മിസ് ചെയ്തു. സത്യടാ. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു നിയമപരമായ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പേരന്റ് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പേരിലും ഒക്കെ ആയിരിക്കും, അത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് സെർവറിൻ്റെ ഫെയിലിയർ ആണ്. അവർ ഏജ് വെരിഫൈ ചെയ്യാൻ നോക്കി സെർവറിൻ്റെ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ അത് വരത്തുള്ളൂ.
അപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കത്തില്ല. ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ആരുടെയും ആധാർ കാർഡോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇനി മുതൽ വാങ്ങില്ല. അത് നമ്മുടെ DPDP ആക്ട് പ്രകാരം അത് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഏജ് വെരിഫിക്കേഷൻ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ത്രൂ ആയിരിക്കും നമ്മൾ ഏജ് വെരിഫൈ ചെയ്യുന്നത്. അതിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. സ്നാപ്പ് എം ബി ലീവ് ആയതുകൊണ്ട് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വന്നതാണ്. ഇപ്പോൾ 2 to 3 days കഴിയുമ്പോൾ ലീവൊക്കെ കഴിയും. അത്രയും ആഗ്രഹിച്ച് വർക്കിൻ്റെ പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അപ്ലൈ ചെയ്തതാണ്. ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയി ബ്രാവോ ഗെയിമിംഗ്. സ്നാപ്പ് എം ബിയുടെ ഡിസ്കോഡ് അക്കൗണ്ട് ഏതാണ്? സ്നാപ്പ് എം ബിയുടെ ഡിസ്കോഡ് അക്കൗണ്ട് എന്താണ്? ഡിസ്കോഡ് അക്കൗണ്ട് ഓക്കെ. എന്തെങ്കിലും ഗ്യാങ് വാറൊക്കെ ഫൈറ്റൊക്കെ രസം ഉണ്ടാവുള്ളൂ എന്നോ സാരംഗ്? അല്ലാണ്ട് ചുമ്മാ വാർ ഇൻഷ്യലൊക്കെ എടുത്ത രസം ഉണ്ടാവില്ല ഗൈസ്. കൊണ പറയുന്നത് ഓക്കെയാണ്, തെറിവിളി പാടില്ല എന്നേ പറയുന്നുള്ളൂ. മനസ്സിലായോ? ഒരു ലിമിറ്റ് വിട്ട് ടോക്സിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവർ സൈഡിൽ നിന്നും സിവിയർ ആക്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു ഹായ് ഒക്കെ തരാം. ഹേ കില്ലാടി സിബു ഹായ്. ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഉണ്ടോ? ഇല്ല. അവർ അവിടെ തമ്മിൽ തല്ലി പിണങ്ങിപ്പോയി കുറേ പേർന്നേ. T47 എല്ലാവരും പോകുമല്ലോ. പോലുന്നു T47 ഒന്നും അണ്ടർ ഏജ് പിള്ളേരില്ലടാ. അവരെല്ലാം പ്രായമുള്ളവരും ജോലിയുള്ളവരൊക്കെയാണ്. എപി ചെക്ക് ദ പ്രിൻസോ എന്താണ് സ്നാപ്പ് എം ബി? ഇല്ലടാ, എനിക്ക് സ്റ്റിയറിംഗ് വന്നില്ല. സ്റ്റിയറിംഗ് മറ്റന്നാൾ വരത്തുള്ളൂ. T47 ഇഷ്ടം അണ്ടർ ഏജ് കിടിലം പ്ലെയർ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് BP മെറ്റീരിയൽ. എന്ത് ചെയ്യാം? കാരണം ഒരു ഫോമൽ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 സർവറിൻ്റെ പേരിലാണ് മെയിൻലി കംപ്ലയിൻറ്റ്സ് പോയിരിക്കുന്നത്. എക്സ്ലാൻഡിസ്, സിയോൺ സിറ്റി ആൻഡ് പിന്നെ പാതിരാത്രിയോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സർവർ. പക്ഷേ അങ്ങനെ ഒരു സർവർ ഉണ്ട്. ഇങ്ങനത്തെ 3 സർവേഴ്സിൻ്റെ പേരിലാണ് കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. സോ നമുക്കത് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സർവറിൻ്റെ വെൽബീയിങ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ റൂള് കാര്യങ്ങളെല്ലാം ഇനി മുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും. പാതിരാത്രി അപ്പോൾ എപിക്ക് കളിക്കാൻ പറ്റും. 18 ആയല്ലോ എന്ന്. ഞാൻ കളിക്കുന്നില്ല. ഞാൻ ചെറിയ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊക്കോളാം. മനസ്സുകൊണ്ട് 17 ആണെങ്കിലും ഹേപ്പിന്ന്. ഇംഗ്ലീഷ് സെർവർ പോലെ ടോക്സിസിറ്റി സ്പോട്ട് ബാൻ സെറ്റപ്പ് ആണോ വരുന്നത്? സ്പോട്ട് ബാൻ എന്തായാലും ഉണ്ടായിരിക്കും. മിനിമം 2 hours ബാൻ ഡയറക്റ്റ് എവിടെ ഇത് കണ്ടാലും ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സിഗിമാരി ഹാക്കർ വാലിഡ് അല്ലേ? ആക്ഷനൊന്നുമില്ല. സ്റ്റിൽ എങ്ങപ്പൂ കല്ലട ഹൈപ്പർ ഫാസ്റ്റ് ബാൻ ഇല്ലേ? ടർഫ് മാത്രം കളിക്കാൻ വരുന്ന ഗ്യാങ്സിന് ആക്ഷൻ ഉണ്ടാകുമോ? PL പറ്റി പറ. ഡിയുടെ സരിക്ക് നാളെ കിട്ടിയോ? ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല. കണ്ടില്ല. 27 ഷൈൻ കാണാത്തോണ്ടായിരിക്കും. ഈ ഏജ് എങ്ങനെ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഗൈസ്, ഏജ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ലീഗലി ഏജ് വെരിഫൈ ചെയ്യാൻ റൈറ്റ്സ് ഉള്ള കമ്പനികൾക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. അവരായിരിക്കും ഏജ് വെരിഫൈ ചെയ്യുന്നത്. ഒരു ഏജ് വെരിഫിക്കേഷന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് വരും. ഇപ്പോൾ ഉള്ളൊരു സിനാരിയോയിൽ വൈറ്റ് ലിസ്റ്റിന് വരെ പൈസ ആക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ. മനസ്സിലായോ? പേടിക്കണ്ട, വൈറ്റ് ലിസ്റ്റിനൊന്നും പൈസ ആക്കുന്നില്ല. കറണ്ട് സിനാരിയോ അത് എത്ര പൈസ വന്നാലും നമ്മളത് ബെയർ ചെയ്തോളാം, കുഴപ്പമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഏജ് നമുക്കായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഏജ് പ്ലേസ് ആക്കുന്നത് ഒരു നല്ല ഡിസിഷനാണ്. ബിക്കോസ് പിള്ളേർ അവരുടെ റൈറ്റ് ഏജിൽ RPയിൽ പറയില്ല. അതുകൊണ്ട് തന്നെ ഒരു വൾഗർ ടോക്സിക് സിറ്റുവേഷൻ വന്നത് OC ട്രാക്ക് ആക്കുകയാണെങ്കിൽ നല്ല പ്രോബ്ലം വരും. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഫോർ ദിസ് ഡിസിഷൻ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സെർവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് തരും സേഫ് സോൺ. നമ്മുടെ ഫോം അപ്പാവുന്നിടം വരെ കറൻ്റ്ലി നമുക്ക് സേഫ് സോൺ റൺ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വീണ്ടും പറയുന്നു, നമ്മൾ കറണ്ട് സിനാരിയോയിൽ സെർവറിൽ മേ ബി അണ്ടർ 18 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടാവാം. സോ അവരെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നൊരു വെടിവെപ്പിലോട്ടോ അല്ലെങ്കിൽ വൾഗാരിറ്റിയിലോട്ടോ തള്ളിവിടാനോ അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് സെർവർ കറൻ്റ്ലി സേഫ് സോൺ ആയിരിക്കും. ഫോർ ടൈം ബീയിങ് മേ ബി 2 to 3 days മോർ സെർവർ സേഫ് സോൺ ആയിരിക്കും.
അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവർ സൈഡിൽ നിന്ന് നമ്മൾ ഇവൻറ്റ്സുകൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് സിറ്റിസൺസിലും സിറ്റിയിലുള്ള എല്ലാവർക്കും ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കത് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവൻറ്റുകൾ കളിച്ച് RP കളിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ 2 to 3 days നമ്മുടെ ഫോം ഫില്ലായി സ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മൾ 14 days ടൈം പീരീഡ് കൊടുക്കും എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ. അപ്പം ഫോം വരുന്ന ദിവസം നമ്മൾ സേഫ് സോൺ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് ഫോം വരുന്നതിന് മുമ്പ് നമ്മൾ മാനുവലി അണ്ടർ 18 ഉള്ള പ്ലേയേഴ്സുകളുടെ വൈറ്റ് ലിസ്റ്റുകൾ റിവോക്ക് ചെയ്യും. അതേപോലെ തന്നെ ഗ്യാങ്ങുകളോട് ഇന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാ പ്ലേയേഴ്സിനോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ അണ്ടർ 18 ആണെങ്കിൽ ദയവ് ചെയ്ത് വന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ഞങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ കാത്തു നിൽക്കാതെ. ഒരു റിക്വസ്റ്റാണ്. വരിക, നിങ്ങൾ തന്നെ ഏജ് നിങ്ങളുടെ അണ്ടർ ഏജ് എന്ന് പറയുക, നമ്മൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. സോ നിങ്ങൾ 18 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കളിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അല്ല നമ്മളായിട്ട് കണ്ടുപിടിച്ച് നിങ്ങളെ പുറത്താക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ബാൻ ആയിരിക്കും വരാൻ പോകുന്നത്. ബാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 18 ആയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പം ഈ സെർവറിൽ കളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും സ്വമേധയാ വരിക. അനൗൺസ്മെൻറ്റ് പുറകിന് വരും. നമ്മൾ ഓൾറെഡി സ്ട്രീമേഴ്സിനുള്ളൊരു അനൗൺസ്മെൻറ്റ് പുഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ട്രീമേഴ്സിനുള്ളൊരു അനൗൺസ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് Content creation streaming compliance notice. If your stream recorded created content featuring eccentricity, your content must be properly labeled age restricted and marked as 18+. Mature audience only where required. All content must comply with the rules and allow Rockstar and CA5M applicable law regarding mature content and online media. Failure to comply may result in removal of creator privilege. We expect all creators representing our community to maintain a compliance and uphold platform standards at all time. Refer the uploaded term of service for more information. Term of service എന്താണ് ഇതിൽ വന്നേക്കുന്നത് നോക്കട്ടെ. യു ആർ ലോക്ക്ഡ് ഔട്ട് എന്നോ? TOS വിസിറ്റ് അത് എനിക്ക് ഓപ്പൺ ആകാത്തതാണോ വേറെ ആർക്കും ഓപ്പൺ ആകാത്തതാണോ? മേ ബി അത് എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരാം. സർവർ സൈഡിൽ ഷെഡ്യൂള് ചെയ്ത വാസിൻ്റെ കാര്യം ആഫ്റ്റർ സേഫ് സോൺ ലിഫ്റ്റ് ഒന്നെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഡീഡേഴ്സ് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞു. പിന്നെ എന്തിനാ മച്ചു സേഫ് സോണെന്നോ? PvP ഇവൻറ്റ്സ് നൈസ് ആയിരിക്കും. എടാ സേഫ് സോൺ ഇട്ടത് തന്നെ നമുക്ക് ഈ 18 വയസ്സിൽ താഴെയുള്ള പ്ലേയേഴ്സ് കറന്റ് സർവറിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ് സോൺ ഉള്ളത്. ഓക്കെ, അവൻ 18 മനസ്സായി ബ്രോന്നോ? സിറ്റി എന്ന സേബിൾ ആവുക, അത് അപ്ഡേറ്റ് കൂടെ പറ. സിറ്റി നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ സെയിം സെർവർ സ്പെക്കുള്ള ഒരു സെർവർ നമ്മൾ പാരലൽ റൺ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ആ സെർവർ നാളത്തേക്ക് അപ്പാവുമായിരിക്കും. മോസ്റ്റ്ലി അതിൽ ഇഷ്യൂസ് ഫിക്സ് ആവുമായിരിക്കും. അവൻ 18 7 to 8 months ആയി. ഡീറോസ്ക്ക് ഫുഡേ കിട്ടിയോ? നീൽ ഹീലിംഗ് അടിച്ചിട്ട് ക്യാൻസൽ ആക്കിയാലും ഒരു എഫക്റ്റ് വരും, അത് മാറ്റുമോ? ഹീലിംഗ് അടിച്ചാൽ ക്യാൻസൽ ആക്കാൻ പാടില്ല നീലേ. നീ എന്തിനാ ക്യാൻസൽ ആക്കുന്നേ? ആഹാ, നമുക്ക് ചെക്ക് ചെയ്യണം നീലേ, നമുക്ക് എന്നിട്ട് നോക്കാം. മൊത്തം GTA 6 റിലീസായ അന്ന് തന്നെ എല്ലാവരും അഫോർഡ് ചെയ്യില്ല. പിന്നെ RP ഒക്കെ സെറ്റായി വരാൻ കുറേ ടൈം എടുക്കും. അതേപോലെ നിങ്ങൾക്ക് അറിഞ്ഞോന്ന് അറിയത്തില്ല, റേജ് MB എന്ന് പറയുന്ന GTA ഇതേപോലെ RP സെർവർ റൺ ചെയ്തത്, ഗ്രാൻഡ് RP ഒക്കെ റേജ് MBയിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. കാരണം 5M മാത്രമേ കറൻ്റ്ലി ഒഫീഷ്യലി റോക്ക് സ്റ്റാർ ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ ഇതേപോലത്തെ GTA മോഡഡായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റേജ് MB മോസ്റ്റ്ലി August 31 കൂടി അവർ കംപ്ലീറ്റ്ലി ബാക്ക് എൻഡ് ഷട്ട് ഡൗൺ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ എല്ലാ സർവേഴ്സിനോടും അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ റേജ് MB മൊത്തത്തിൽ നിൽക്കാൻ പോവുകയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ കുറേ പേര് റേജ് MBയിലോട്ട് സർവർ മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ദൈവമേ, എന്തോ നല്ല സമയത്താണ് ഞാൻ മാറ്റിയിരുന്നെങ്കിൽ ഇപ്പം നല്ല രസമായിരുന്നു അതെ. PL കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ട് AP? യെസ്, എല്ലാം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. AP കില്ലാടി അപ്പോസ് ആണ്. ശരി, 3 year ഒക്കെ കഴിഞ്ഞ് കാണാം RPയിൽ. കില്ലാടി അപ്പോസ് ആണ് ഒക്കെ കഴിഞ്ഞ് കാണാം RPയിൽ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കറൻ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബ്രോ. നമുക്ക് സെർവറിൻ്റെ, അതായത്
ഇത് ലീഗലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ്, മനസ്സിലായോ? ലീഗലി ഈ ഒരു സാധനം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. 5M ഷട്ട് ഡൗൺ ആകുമോ AP GTA 6 വരുമ്പോൾ? ഇല്ലടാ, 5M മാത്രമേ റോക്ക് സ്റ്റാർ മോഡൽ GTA റൺ ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ, മനസ്സിലായോ? ലീഡർ അതിപ്പോൾ കുറേയും ഗൈസ്, പ്ലേയേഴ്സ് കൗണ്ട് കുറയുവാണ്. യെസ്, ഇനിയിപ്പോൾ നമ്മുടെ പീക്ക് കൗണ്ട് 600 ഒന്നും ഇനി നമുക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. കാരണം നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് പോവും. കാരണം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ 17 വയസ്സിൽ താഴെയുള്ള എനിക്കൊന്ന് കുറേ പ്ലേയേഴ്സ് ഓൾറെഡി കളിക്കുന്നവരുണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കേണ്ടി വരും. സോ ഇനി മുതൽ 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എക്സ്ലാൻഡിസ് കളിക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് നമ്മുടെ പ്ലെയർ അക്കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നിങ്ങളുടെ PL കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിരിക്കും. കാരണം ഒരു 500-550 പ്ലേയേഴ്സ് വരെ PL കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ PL അടിക്കുന്ന ആളെ പിടിച്ചതല്ലേന്നോ? നല്ല കാര്യം. മുപ്പതൊന്നും വേണ്ട. അപ്പോൾ AP ഗ്രാൻഡ് RP നിർത്തുമോ? യെസ്, അതെല്ലാം നിർത്തിയേ പറ്റത്തുള്ളൂ അവർക്ക്. അവർ മേ ബി 5M മാറാൻ ചാൻസ് ഉണ്ട്. നല്ല കാര്യം. അപ്പോൾ ടർഫ് എപ്പോഴാണ്? അപ്പോൾ CK മാരിനെ ഇത്രയും പ്രൂഫ് വെച്ച് എക്സ്പോസ് ആക്കിയിട്ട് നോ ആക്ഷൻ ഫ്രം സർവർ സൈഡ്. അപ്പോൾ ലെജിറ്റായി കളിക്കുന്ന പ്ലേയേഴ്സിന് വാല്യൂ ഇല്ലേ ഗൈസ്? ഇത് അപ്പോൾ ഈ കിഡ് പെറ്റ്സും എടുത്ത് മാറ്റുമെന്നോ? കിഡ് പെറ്റ്സ് കളിക്കുന്നവർക്ക് ഇനി മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഉണ്ടായിരിക്കും. അവർ കിഡ് പെഡാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത്രയും പ്രോപ്പറായിട്ട് മാത്രമേ കളിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് സിനാരിയോസിലോ അല്ലെങ്കിൽ ഒരു ഫയറിങ് ഒരു എന്താണ് പറയുക, ഒരു 18+ സിനാരിയോസിലോ കിഡ് പെഡ്സുകളെ കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ അവരുടെ കിഡ് പെഡ് കളിക്കാൻ പറ്റുന്ന റൈറ്റ്സ് റിമൂവ് ആവുന്നതായിരിക്കും. അവർക്ക് പിന്നെ കിഡ് പെഡ് നമ്മൾ സെർവറിൽ പെർമിറ്റ് ചെയ്യത്തില്ല. ഇനി വാർണിങ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എല്ലാം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് കിഡ് പെഡ് കളിക്കുന്നവർ ശ്രദ്ധിച്ച് അറിഞ്ഞു കണ്ട് കളിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സെർവറിൻ്റെ പ്രശ്നം വരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനിയും അങ്ങനെ ആയിരിക്കും ഇനി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കണ്ട് കളിക്കുന്നവർ തന്നെ വിചാരിക്കുക. ലാസ്റ്റ് എന്തുകൊണ്ട് കിഡ് പെഡ് കൊടുക്കുന്നില്ല, കിഡ് പെഡ് കൊടുക്ക് കഷ്ടമുണ്ടെന്നൊന്നും പറഞ്ഞ് ദൈവം ആരും വരരുത്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞ് കളിക്കുക. നമുക്കിവിടെ കിഡ് പെഡ് കളിക്കാനുള്ള റൂൾസ് ഉണ്ട്. സൂര്യബോസ് പോയെന്നോ? എൻ്റെ സൂര്യ മുമ്പി സൂര്യൽ ഗ്രോ ടു 18+. കഞ്ചാവ് സൂര്യ ഒക്കെ ഇനി എന്ത് ചെയ്യുന്നു? റാവ് ഇന്നലെ TV RP കണ്ടു. ഇടയ്ക്ക് എക്സെപ്റ്റ് ചെയ്യാൻ PD ഒരു ഇഷ്യൂ ഉണ്ടാക്കി. RP ചെയ്യുന്ന പോലും സമ്മതിക്കുന്നില്ല. ഈഗിൾ ബാഡായിരുന്നു. ഞാനത് കണ്ടായിരുന്നു. അത് നമുക്ക് സംസാരിക്കാം. നാളെ ഇനി സൂര്യ ഹോസിൻ്റെ മരണം കാണാമെന്നോ? സൂര്യ ഫുൾ കിഴപ്പാണ്. അപ്പോൾ അവന് മുമ്പിൽ സൂര്യബോസ് ഇനി നന്മയുടെ പാതയിൽ. AP റീസ്റ്റാർട്ട് ടൈം ഏർലി ആക്കുമോ? നമ്മളെല്ലാം അതെല്ലാം സെറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ടോ കൂട്ടാ? എൻ്റെ സൂര്യ ക്യാൻ ബി 18+. സൂര്യബോസിനെ 18 ആയാൽ പോരെയെന്നോ? നൈസ് ഡിസിഷൻ, മേക്ക് മോർ സ്ട്രിക്റ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ അഗെയിൻ വീണ്ടും പറയുന്നു, നമ്മളിവിടെ ഒരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം 18+ ആയതുകൊണ്ട് തന്നെ ഇനി എക്സ്ലാൻഡിസ് എന്ന് പറയുന്ന സെർവറിൽ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും കളിക്കാൻ സാധിക്കില്ല. നമ്മൾ മാനുവലി ഇന്ന് തൊട്ട് നാളെയൊക്കെ ആയിട്ട് എല്ലാ അണ്ടർ ഏജ് ആൾക്കാരുടെയും വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആവുന്നതായിരിക്കും. അതേപോലെ ഗ്യാങ്ങിൽ കളിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും ക്ലിയർ കട്ടായിട്ട് പറയും, അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സിൻ്റെയും റിമൂവ് റിക്വസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് കമ്പൽ അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത പക്ഷം ഞങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗ്യാങ്ങുകൾക്കും ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, അതേപോലെ പ്ലെയേഴ്സിനും ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏത് ഗ്യാങ് ആണോ പ്ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് 18 ബിലോ ആയിട്ടും അവരുടെ ഗ്യാങ്ങിൽ കളിപ്പിക്കുന്നത് നമ്മളായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ് ഡിസ്മിസ് ആയിരിക്കും. അതിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കത്തില്ല. അത് ഏത് ഗ്യാങ് ആണേലും നമുക്ക് ഡിസ്മിസ് തന്നെ അടിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. സെക്കൻഡ് തിങ്, ഫോം. അതായത് നമ്മൾ ഫോം, അതായത് നിങ്ങൾ ഏജ് 18 ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടത്, നിങ്ങളുടെ ഏജ് 18 ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോം വരുന്നതായിരിക്കും. ആ ഫോമിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏജ് വെരിഫിക്കേഷൻ നടത്തി ഒരു റോള് കിട്ടുന്നതായിരിക്കും. വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഫോം വന്നു കഴിഞ്ഞാൽ 14 ദിവസം നിങ്ങൾക്ക് ഏജ് വെരിഫൈ ചെയ്യാനുള്ള സമയം തരുന്നതായിരിക്കും. 14 ദിവസത്തിന് ശേഷം വെരിഫൈ ചെയ്യാത്ത എല്ലാവരുടെയും വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആവും. വെരിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും എക്സ്ലാൻഡിസിൽ കളിക്കാൻ പറ്റുക.
AP അടിച്ചത് ഇപ്പം ആക്കുമെന്നോ? എങ്ങനെ ഇപ്പോൾ ആക്കുമെന്നോ? നമ്മൾ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും റിയാക്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അപ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. ഫോം ഒരു 2 to 3 ഡേയ്സിൽ വരുന്നതായിരിക്കും. മുച്ചറി 18+ ആണ്, 19 ആകുമെന്നോ? ടർഫ് അപ്ഡേറ്റ് ഗൈസ്, ഈ സേഫ് സോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിരിക്കുന്നത് കറണ്ട് സിനാരിയോസ് പോകുന്നതുകൊണ്ടാണ്. ഇത് സോർട്ട് ആയത് ഉടനെ ടർഫ് കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്യുന്നതായിരിക്കും. ടർഫ് വേണമെങ്കിൽ നമുക്ക് നാളെ നടത്തുന്നത് നാളെ നടത്താം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഗ്യാങ്ങുകളിൽ നിന്നും അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഗ്യാങ്ങുകളോട് പറയണം. അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യണം. അവർ എല്ലാം ബിലോ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെ അവർ റിമൂവ് ചെയ്യട്ടെ. ഒരു 2 days ടൈം, 48 hours അവർ ടൈം കൊടുക്കാം. അപ്പോൾ 48 hours അവർ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മെയ് 1 ടർഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്നെന്താ ദിവസം? ഇന്ന് വെനസ്ഡേ അല്ലേ? അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ 2 ദിവസം അവർക്ക് ടൈം കൊടുക്കാം. സാറ്റർഡേക്ക് നമുക്ക് ടർഫ് റിസീവ് ചെയ്യാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയിട്ട് ടർഫ് വെക്കാം. ഓക്കെ, സീറിംഗിൽ വന്നില്ല, മറ്റന്നാളെ വരത്തുള്ളൂ. മെയ് അല്ല, June 1. സോറി, മൈ ബാഡ്, June 1 വെക്കാം. മൈ ബാഡ്. ചാറ്റ് അണ്ടർ 18 സിറ്റിസൺ കളിക്കാൻ പറ്റുമോ? ഇല്ല, സിറ്റിസൺസിന് കളിക്കാൻ പറ്റത്തില്ല. എക്സ്ലാൻഡേഴ്സിൽ ഇനി എബോ 18 മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഐ എം റിയലി സോറി ഗൈസ്, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ റൂള് ഇങ്ങനെയാണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, നമ്മൾ സർവർ ഇന്ത്യയിലാണ്. സോ നമുക്ക് ഇവിടുത്തെ റൂള് പാലിച്ച് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ കറൻ്റ്ലി നമുക്ക് എക്സ്ലാൻഡേഴ്സിൻ്റെ ലോങ് റണ്ണിന് വേണ്ടിയിട്ട് നമുക്കിത് തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ഓൾറെഡി ലീഗലി ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻലി 3 സർവേഴ്സിൻ്റെ പേരിലാണ് വന്നിരുന്നത്: എക്സ്ലാൻഡേഴ്സ്, സിയോൺ സിറ്റി ആൻഡ് പാതിരാത്രി. സോ നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ നിവർത്തിയില്ല. അതാണ് സത്യം. പേരൻറ്റ് കൺസെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരങ്ങനെ വിചാരിക്കരുത്. ഇതാണ് പറഞ്ഞത്. ഓൾറെഡി അണ്ടർ 7 ആർക്കും പേരൻറ്റ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും കളിക്കാൻ പറ്റത്തില്ല. അത് ലീഗലി വാലിഡ് അല്ല. അത് സർവറിനായിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ എടുത്തു വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പേരൻറ്റ് കൺസെൻറ്റും അക്സെപ്റ്റബിൾ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ പേരൻറ്റ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ പേരൻ്റ് പ്രോപ്പറായിട്ട് ഒരു മുദ്രപത്രത്തിൽ അവർക്ക് അവരുടെ മോനെ അവരുടെ ഉത്തരവാദിത്വത്തിൽ കളിപ്പിച്ചോളാം എന്ന് ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ, അത് റിട്ടേൺ ബൈ ഒറിജിനൽ സാധനം ഒപ്പിട്ട് തന്ന് അത് മോൻ്റെ പേരിലല്ല, ആ പേരൻറ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ പേരൻ്റ് പറയുന്ന സമയത്ത് മാത്രം ആ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ലീഗൽ സൈഡ് നമ്മുടെ ലീഗൽ അഡ്വൈസറിനോട് ചോദിച്ച് അതിൻ്റെ കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം അത് പോസിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് പെർമിറ്റ് ചെയ്യാം. പോസ്റ്റ് US-ലാക്കിയിട്ട് കാര്യമില്ലടാ. നമ്മുടെ എക്സാൻഡേഴ്സ് എന്ന് പറയുന്ന സർവർ ഇന്ത്യയിലല്ലേ, അതിൻ്റെ രജിസ്ട്രേഷൻസ് ഇന്ത്യയിലല്ലേ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇന്ത്യ റൂള് ഫോളോ അപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ബുദ്ധിയില്ല ബ്രോ നാടിനെയാണോ കുറ്റം പറയുന്നത്? എബി, വാട്ട് ഇഫ് ദ പ്ലെയർ ഈസ് പ്ലേയിങ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ? ഡസൻറ്റ് മാറ്റർ ബ്രോ, യു ആർ പ്ലേയിങ് ഇൻ എക്സ്ലാൻഡ് സിറ്റി വിച്ച് ഈസ് ഇൻ ഇന്ത്യ, വിച്ച് ഈസ് അണ്ടർ ഇന്ത്യൻ ലോ. സോ വി ഹാവ് ടു ഫോളോ ഇന്ത്യൻ ലോ. നമ്മളാരും നിയമത്തിന് മുകളിലല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിയമം പാലിച്ചേ പറ്റത്തുള്ളൂ. എബി, അപ്പോൾ 17 വയസ്സ് പ്ലേയേഴ്സ് കളിക്കാൻ പറ്റുമോ? ഇല്ലടാ, 18 ആവണം കളിക്കണമെങ്കിൽ. കാരണം ഗാങ്ങോസ് ഇവൻ്റ് ഉണ്ടെന്ന്, ടർഫ് നടക്കില്ല എന്ന് നറൂട്ടോ ലൈവിൽ പറഞ്ഞിരുന്നു. തൂമ്പറുകളെല്ലാം ശരിക്കും ഇതാണ് വേണ്ടത്. മെച്ചൂരിറ്റി ഗൈസ്, സിമ്പിളാണ്. കാരണം അണ്ടർ 18 വയസ്സിലുള്ള എല്ലാവരെയും ഇന്ത്യൻ നിയമപ്രകാരം അവർ പിള്ളേരാണ്. ദേ ആർ ചൈൽഡ്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും ഇന്ത്യൻ നിയമം ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ചിൽഡ്രൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും 18+ കണ്ടൻറ്റോ കാര്യങ്ങളോ ടോക്സിസിറ്റിയോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പോസിബിൾ അല്ല. അത് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിയമത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പം ഏത് രാജ്യമാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ടാവും. അത് പാലിച്ച് നമുക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എബി, ഫ്രൈഡേ ആൻഡ് സൺഡേ നോക്കാം നമുക്ക്. ഗ്യാങ് സ്ലോട്ട് ഇല്ല. ഇനി